വാർദ്ധക്യം എന്നത് ഒരു നഷ്ടപ്പെടലിൻ്റെ കാലഘട്ടമാണ് അല്ലേ? വൃദ്ധന്മാർക്ക് അല്ലെങ്കിൽ വൃദ്ധ ദമ്പതികൾക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ ഒരു വിമുക്ത ഭടൻ അദ്ദേഹം ചെയ്ത ഒരു കാര്യം. പൊതുവേ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒന്നും നോക്കാനില്ലാത്തവർ പറയും, ഞാൻ എൻ്റെ സ്വത്ത് മുതലൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി കൊടുക്കുമെന്ന്. അത് പലർക്കും കേട്ടുകേൾവി മാത്രമുള്ള കാര്യമാണ് അല്ലേ? പക്ഷേ ഇത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന വിമുക്ത ഭടൻ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഭാര്യ ഒരു അധ്യാപികയായിരുന്നു, അവർ റിട്ടയർഡായി. അപ്പോൾ ഈ വാർദ്ധക്യം എന്ന് പറയുന്നതേ നമ്മൾക്കെപ്പോഴും നഷ്ടപ്പെടലിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ? നമ്മൾക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ബലഹീനത ആ സമയത്തുണ്ടാവും. അതുപോലെ മാനസികവുമായിട്ട് നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കും ഒരു ചേർത്ത് നിർത്തൽ. അങ്ങനെ ചേർത്ത് നിർത്താൻ നമ്മൾക്ക് ഒരു കൈ താങ്ങ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇദ്ദേഹം ചെയ്തതുപോലെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളും ആരെങ്കിലൊക്കെ ചെയ്യുമായിരിക്കും. ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? 4 കോടി വില വരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ, വീടും സ്ഥലവും അദ്ദേഹം ഒരു ക്ഷേത്രത്തിന് ഇഷ്ടദാനമായി എഴുതി രജിസ്റ്റർ ചെയ്തു കൊടുത്തു. അതായത് ക്ഷേത്രത്തിൻ്റെ പേരിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ ഇഷ്ടദാനമായിട്ട് ഞാനിത് നൽകുവാണ് എന്നുള്ളൊരു കുറിപ്പും കൂടെ ആ ഒരു കാണിക്കയായിട്ട് അദ്ദേഹം സമർപ്പിച്ചു. അപ്പോൾ ഇതറിഞ്ഞ് ഭാര്യയും മക്കളും ഈ ഭണ്ഡാരം തുറക്കുന്ന ആ സമയത്ത് അവിടെ എത്തി. അവർ ഈ പറഞ്ഞ പോലെ ക്ഷേത്ര ഭാരവാഹികളോട് സംസാരിച്ചു. എന്താണ് സംസാരിച്ചതെന്നറിയോ? ഞങ്ങൾക്ക് ഇത് തിരിച്ചു തരണമെന്ന്. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു, ഞങ്ങൾക്ക് കാണിക്കയായി കിട്ടുന്നതെന്നും തിരിച്ചു കൊടുക്കുന്ന കീഴ്വഴക്കമില്ല എന്ന്. അല്ലേ? അവരുടെ കാര്യം പറഞ്ഞു. നമ്മൾക്കൊരു ലോട്ടറി അടിച്ചാൽ പോലും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കാശുകാരാവോ? ഇല്ല. അതിന് പിന്നെയും അതിൻ്റേതായ കുറേ നൂലാമാലകളുണ്ട് അല്ലേ? അതേസമയം ഈ ക്ഷേത്രത്തിന് ഒരൊറ്റ ദിവസങ്ങൾ കൊണ്ടാണ് കോടികളുടെ ആസ്തി വന്നത്. ആ ആസ്തി അങ്ങനെ അത്ര പെട്ടെന്ന് അവർ വിട്ടുകൊടുക്കുമോ? ഒരു സാധ്യതയില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു കണ്ടൻറ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ താഴെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിനകത്ത് ചിലർ പറയുന്നുണ്ട്, സ്വന്തം അച്ഛനോടല്ലാതെ മക്കൾ പിന്നെ ആരോടാണ് സ്വത്ത് ചോദിക്കേണ്ടത്? അങ്ങനെ കുറേ കമൻറ്റുകൾ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്താണെന്നറിയോ? അദ്ദേഹം, നമ്മൾ ഓരോരുത്തരും പല മതവിശ്വാസികളാണ്. ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. അതൊന്നും സംശയമില്ല. നമുക്ക് ആരെ വേണമെങ്കിലും ബഹുമാനിക്കാം, പ്രാർത്ഥിക്കാം അല്ലേ? അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ നാട് ഒരു കോടീശ്വരന്മാർ മാത്രം അല്ലെങ്കിൽ അംബാനികൾ മാത്രമുള്ള ഒരു നാടല്ല നമ്മുടേത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. 1 സെൻറ്റ്, അതായത് വീട് വയ്ക്കാനായിട്ട് 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത ആളുകളുണ്ട് അല്ലേ? സ്വന്തമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുടെ നാട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ നാട്. അപ്പോൾ ഈ 4 കോടി വരുന്ന ആ ഒരു ആസ്തി അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം എഴുതി കൊടുത്തത് ശരിയായോ? ഇല്ല അല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യം നമ്മുടെ സഹജീവികളോട് അല്ലേ? എല്ലാവരും മനുഷ്യരല്ലേ? നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ക്ഷേത്രത്തിന് എഴുതി കൊടുത്തത്. അല്പമെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ഒരു സഹായമായിട്ട് ആവശ്യമുള്ളവർക്കൊന്ന് കൊടുത്ത് നമ്മളൊക്കെ അല്പം മനുഷ്യത്വത്തോടു കൂടി വേണം മുൻപോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശരി. ഒരിക്കൽ പോലും എന്നെ സ്നേഹിക്കുകയോ എന്നെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് അദ്ദേഹം തീരുമാനിക്കണമെങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും അല്ലേ? അത് നമുക്ക് ആർക്കും അറിയില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാമായിരുന്നു. തൻ്റെ സ്വത്തിൽ അല്പം ആവശ്യക്കാർക്ക്
കൂടി ദാനമായിട്ട് നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു കുറച്ചും കൂടെ. ഇതെല്ലാം കൊണ്ടുപോയി ക്ഷേത്രത്തിന് കൊടുക്കുന്നതിലും കുറച്ചും കൂടി ഭേദമായിരുന്നേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.